സംസ്ഥാനത്ത് പോളിംഗിൽ വീഴ്ചയുണ്ടായെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 95% ബൂത്തുകളിലും 6 മണിക്ക് മുൻപ് പോളിംഗ് പൂർത്തിയാക്കിയിരുന്നുവെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല. ബീപ്പ് ശബ്ദം വൈകി എന്ന ആരോപണം പരിശോധിക്കും. പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ അസ്വാഭാവികതയില്ല എന്നും സഞ്ജയ് കൗൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വോട്ടിംഗ് പെർസെൻറ്റേജ് ഇസ് സാറ്റിസ്ഫാക്ടറി. നമുക്ക് മിക്കവാറും 73 വരെ പോവും. അതാണ് എക്സ്പെക്റ്റേഷൻ. കള്ള വോട്ട് EVMs or സംശയം ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ. സോ നാച്ചുറലി നമ്മുടെ പോളിംഗ് ഉദ്യോഗസ്ഥർ ഒന്ന്, രണ്ടാമത്തെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ, അവർ 2 പേർ ബോത്ത് ഓഫ് ദം ആർ കോഷ്യസ്. പോളിംഗ് ഉദ്യോഗസ്ഥർ പ്രഷറുണ്ട് ദാറ്റ് എല്ലാവരും സംശയിക്കുന്ന കള്ള വോട്ട് വരും. സോ നാച്ചുറലി അവർ പരിശോധിക്കും. ദേ ആർ മോർ ഡീറ്റെയിൽഡ് പരിശോധന നടത്തും. സോ ദേ വിൽ ബി മോർ കെയർഫുൾ. ബാലറ്റിൻ്റെ തൊട്ട് സൈഡ് ഒരു മെഷീൻ, അത് VVPAT ആണ്. അതിൽ സ്ലിപ്പ് വന്നിട്ടുണ്ടോ, പ്രസ് ചെയ്യുന്ന ശേഷം സ്ലിപ്പ് വന്നിട്ടുണ്ടോ ഇല്ല, അതെല്ലാം മെജോറിറ്റി ആൾക്കാർ അത് നോക്കിയിട്ടുണ്ട്. വാട്ട് ഹാപ്പൻഡ് ഇസ് 3 മണിക്ക് ശേഷം ഒത്തിരി ആൾക്കാർ വോട്ട് ഇടാൻ വേണ്ടി വന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് ക്രൗഡ് വന്നു കഴിഞ്ഞാൽ നാച്ചുറലി സിസ്റ്റംസ് കുറച്ച് സ്ലോ ആവും. ദാറ്റ് ഈസ് വൺ. രണ്ടാമത്തെ നമുക്ക് മനസ്സിലാക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട ഒരു ഇഷ്യൂ ഇസ് ദയർ. രേഖാവലും വന്നിട്ടില്ല. എന്തായാലും വന്നാൽ ഒബ്വിയസ്ലി പരിശോധിക്കും. നമ്മുടെ ബെൽ എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ട്, പരിശോധിക്കും ഉറപ്പായിട്ട്. അതിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഇന്നലെ മുതൽ തന്നെ കോൺഗ്രസ് നേതാക്കളടക്കം ഇക്കാര്യത്തിൽ കമ്മീഷനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, സർക്കാരുമായി ഒത്തുകളിക്കുന്നു എന്ന്. പോളിംഗ് ശതമാനം ഉയരുമെന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. എന്താണ് ഇക്കാര്യത്തിലൊക്കെ അദ്ദേഹം നൽകുന്ന വിശദീകരണം? വലിയ തോതിലുള്ള പരാതികളും ആരോപണങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാണ് വിമർശനത്തിന് പ്രധാന കാരണം. പരിചയക്കുറവ് കാരണം അസാധാരണമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് വടകരയിലടക്കം 11:47 കൂടിയാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പൂർത്തിയാക്കാനായത് എന്നുള്ളതാണ്. രാത്രിയോടെയാണ് വോട്ടിംഗ് പൂർത്തിയാക്കാനായത്. ഇതിലൊന്നും പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നോ വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ റിപ്പോർട്ടിനോട് പ്രതികരിച്ചത്. 2019 നിന്ന് 5% പോളിംഗിൽ കുറവ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് അസ്വാഭാവികമല്ല. ചൂട് ഒരു കാരണമായിട്ടുണ്ടാകാം. പക്ഷേ 74 എന്നതിലേക്ക് മാത്രമേ, 2014 74%, 74 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ഒരു സംതൃപ്തമായൊരു പോളിംഗ് തന്നെയാണ് സംസ്ഥാനത്ത് നടന്നത് എന്നും സഞ്ജയ് കൗൾ പ്രതികരിക്കുന്നു. ഒപ്പം ഈ ആരോപണങ്ങളൊക്കെ മുഴുവൻ തള്ളിക്കളയുന്നു. വടകര മണ്ഡലത്തിൽ മാത്രമാണ് പോളിംഗ് നീണ്ടുപോയത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയില്ല. 95% പോളിംഗ് സ്റ്റേഷനുകളിലും ബൂത്തുകളിലും 6 മണിക്ക് മുൻപ് തന്നെ പോളിംഗ് പൂർത്തീകരിക്കാനായിരുന്നു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കുന്നുണ്ട്. കള്ളവോട്ട് പരാതി വന്നു, ഇരട്ട വോട്ട് പരാതി വന്നു. ഈ പരാതികളൊക്കെ കാരണം ഉദ്യോഗസ്ഥരുടെ മേലൊരു സമ്മർദ്ദമുണ്ട്. കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ കൂടുതൽ സമയമെടുത്തിട്ടുണ്ടാകാം. അതായിരിക്കാം ഈ കാലതാമസത്തിന് കാരണം. യന്ത്രങ്ങളുടെ തകരാറ് എന്നൊരു പരാതിയുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നില്ല. യന്ത്രങ്ങളുടെ തകരാറ് മുൻ വർഷത്തെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. യഥാസമയം ഈ തകരാറിലായ യന്ത്രങ്ങൾ മാറ്റി സ്ഥാപിക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞുവെന്നും സഞ്ജയ് കൗൾ വിശദീകരിക്കുന്നു. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.